നമ്മുടെ സമയം ധന്യമാകണം. കാരണം ഓരോ നഫസും ലിമാ അന്ന അംഫാസിൽ ഹയാത്തി ജവാഹിറു നിഫാസുൻ എന്നല്ലേ അബ്ദുല്ലാഹിൽ ജാഫരി തങ്ങൾ പറഞ്ഞത്. ഒരു ശ്വാസോച്ഛ്വാസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ജുസ് ആണ്, നമ്മുടെ ഉംറിൻ്റെ ഒരു ജുസ് ആണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ എന്തായിരിക്കും? ജീവിതം അത്ര കണ്ട് മുറിഞ്ഞു പോയി. ഞാൻ സാധാരണ ക്ലാസ്സിൽ പറയാറുണ്ട്, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ പറഞ്ഞൊരു ഉദാഹരണം, വലിയ ഒരു ടാങ്കിൽ വെള്ളം നിറച്ച് അതിൻ്റെ അടിയിൽ സൂചി കൊണ്ടൊരു ഓട്ടയുണ്ടാക്കി. അപ്പോൾ ഓരോ തുള്ളി വെള്ളം ഇങ്ങനെ ഇടക്കിടക്കേ ഉച്ചു. അതേതുപോലെ ഉണ്ടാകും? നമ്മളെ വാച്ചിലേക്ക് ക്ലോക്കിലെ സെക്കൻഡ് സൂചി പോലെ ഓരോ ഡ്രോപ്പ് ഇറ്റിട്ടില്ല. അങ്ങനെ ഉറ്റും തോറും ടാങ്കിയിലെ വെള്ളത്തിൻ്റെ അളവ് ചുരുങ്ങും. ചുരുങ്ങി 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 അവസാനം 1-2 തുള്ളി ബാക്കിയുണ്ട്. അത് ഉറ്റി തീർന്നാൽ ഇവൻ്റെ ആലമ് മാറി. എവിടത്തേക്കെത്തി? ആലമു ദുന്യയിൽ നിന്ന് ആലമുൽ ബർസഖിലേക്ക് പോയി. അത് എപ്പോഴാ ഉറ്റി തീരുക നമുക്ക് പറയാൻ തീരില്ല. മിഞ്ഞാന്ന് ഒരു അനുഭവം, നമുക്ക് ചെറിയൊരു പരിചയമുള്ള ഒരാളാണ്. ഓണത്തിൻ്റെ പരിപാടിക്ക് അദ്ദേഹം മേക്ക് സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്ന ഒരാളാണ്. നമ്മളെ ബാൻഡിൻ്റെ പരിപാടിക്കെല്ലാം ഉണ്ടാകാറുണ്ട്. ഒരൊറ്റ നിമിഷം കൊണ്ട് അദ്ദേഹം മരിച്ചു. ഒറ്റ നിമിഷം. അപ്പോൾ അത്രേ അദ്ദേഹത്തിന് ഹയാത്ത് കണക്കാക്കിയിട്ടുള്ളൂ. അപ്പോൾ മഗ്‌രിബിൻ്റെ സമയത്തുള്ള ആൾ ഇശാകുമ്പോഴേക്ക് ഖബറിലേക്ക് എത്തി. എൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? നമ്മളെ ഷക്കീറുണ്ടായിരുന്നു. ഇതാ മനുഷ്യൻ്റെ അവസ്ഥ. അപ്പം കിട്ടിയ ഇവിടെ എന്താക്കണം? ലിമാ അന്ന അൻഫാസൽ ഹയാത്തി ജവാഹിറു നിഫാസ്. വില കൊടുത്താൽ കിട്ടാത്ത, മൂല്യം നിശ്ചയിക്കാൻ സാധ്യമാവാത്ത ജവാഹിറുകളാണ് എന്നാണ് മഹാന്മാർ പറഞ്ഞത്. സമയത്തിനെ കീപ്പ് ചെയ്ത് അതിൻ്റെ മൂല്യം മനസ്സിലാക്കി പ്രവർത്തിച്ച മുൻകഴിഞ്ഞ സലഫുസാലിഹ്യങ്ങളായ ഒരു കൂട്ടം ഔലിയാക്കളുടെ ജീവചരിത്രം എന്ന് വിചാരിക്കാൻ ഒരു കിതാബ് തന്നെയുണ്ട്. നമുക്ക് സമയത്തിന് വിലയില്ല.